ഇതാണ് നമുക്ക് എക്സ്ട്രാ ഒരു ബെഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ. അതേമാതിരി സീറ്റ് നമ്മളെ കാറിൻ്റെ മാരുതിൻ്റെ സീറ്റാണ് കേട്ടോ വന്നിട്ടുള്ള, മാരുതിൻ്റെ സെന്നിൻ്റെ ഏതോ ഒന്നാണ്. അത്യാവശ്യം നല്ല സീറ്റ്, കുഴപ്പമില്ലാത്ത സീറ്റ് തന്നെയാണ്. അതേമാതിരി പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. നല്ല പുതിയ സീറ്റ് കവറും കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലും ബാക്കിലൊക്കെ നമ്മൾ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, നല്ല ക്ലീനാണ്. ചെറിയ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പാച്ച് വർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ചെയ്യും. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സൂപ്പർ വീൽസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നീ വന്നിട്ടുള്ളത് നമ്മുടെ അടുത്തുള്ള 2 ജീട്ടോ പാസഞ്ചറുകളാണ്. ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന വണ്ടിയാണ്. ഒന്ന് 17 മോഡലും അതേമാതിരി ഇത് 18 മോഡലുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ചെയ്യുക, ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വണ്ടികൾ ആവശ്യമുള്ളവർ ഞങ്ങളെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് നമ്മളെ വീഡിയോ തന്നെ ഉള്ളത്. ആ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ ലൊക്കേഷൻ പിന്നെ കുറേ ആൾക്കാർക്ക് അറിയാം, മൊറയൂരാണ്, മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്ക് അടുത്ത് മൊറയൂർ. നമ്മൾ വരുമ്പോൾ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അഥവാ ഇനി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയും കൂടി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം എടുക്കും. ചിലപ്പം ഈ അടുത്ത തിരക്ക് മൂലം നമ്മൾ ഫോൺ എടുക്കാൻ കഴിയാതെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിൻ്റെ ഫുൾ വീഡിയോ, ഡീറ്റെയിൽ വീഡിയോയ്ക്ക് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് നോക്കാനുള്ളത് നമ്മുടെ അടുത്തുള്ള 2018 10 മാസം ഇറങ്ങിയിട്ടുള്ള ജീട്ടോ പാസഞ്ചറാണ്. നമുക്ക് 2 വരുന്നത് ടാക്സിയിലാണ്. ഇതിൻ്റെ പേപ്പർ വരുന്നത് നമുക്ക് ഇൻഷുറൻസ് അതേമാതിരി ഫിറ്റ്നസ് നമുക്ക് പുതിയത് എടുത്തു കൊടുക്കാനുള്ളതാണ്. ടാക്സ് പിന്നെ 2033 വരെ നമുക്ക് ടാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ള ടയറാണ്. ടയർ നോക്കുകയാണെങ്കിൽ 4 നമുക്ക് ഫസ്റ്റ് കേസാണ്, 4 കാണിച്ചു തരാം. അതേമാതിരി വീൽ കപ്പ് കാര്യങ്ങളൊക്കെ 4 കൊടുത്തിട്ടുണ്ട്. ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. നമുക്ക് പേപ്പർ ക്ലിയർ ആക്കാനുള്ള ബോഡി ഒക്കെ ഉണ്ട്. നമുക്ക് പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല. നമുക്ക് നേരെ ഫിറ്റ്നസ് CF കാര്യങ്ങളൊക്കെ ആണ് ചെയ്ത് കൊടുക്കാനുള്ളൂ. അതേമാതിരി ഇതിൻ്റെ ബാക്ക് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ ഇതാണ്. നമുക്ക് എക്സ്ട്രാ ഒരു ബെഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ. അതേമാതിരി സീറ്റ് നമ്മളെ കാറിൻ്റെ മാരുതിൻ്റെ സീറ്റാണ് കേട്ടോ വന്നിട്ടുള്ള, മാരുതിൻ്റെ സെന്നിൻ്റെ ഏതോ ഒന്നാണ്. അത്യാവശ്യം നല്ല സീറ്റ്, കുഴപ്പമില്ലാത്ത സീറ്റ് തന്നെയാണ്. അതേമാതിരി തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ, നല്ല പ്ലാറ്റ്ഫോമാണ്, തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ പാച്ച് വർക്കൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ചെയ്ത് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ട് നമ്മൾ വെക്കണതാണ്. അപ്പം വേറെ അങ്ങനത്തെ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്കത്തെ ടയർ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 30% ഓടാനുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേമാതിരി ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലും കർട്ടനുകളൊക്കെ ഓക്കെയാണ് കേട്ടോ, കർട്ടനുകളൊന്നും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അതേമാതിരി ബാക്ക് ഈ ഭാഗം നോക്കുകയാണെങ്കിൽ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, നല്ല ക്ലീനാണ്. പിന്നെ ഇതിൻ്റെ ഈ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടയർ ഫസ്റ്റ് നമുക്ക് ടയർ നോക്കാം. ഈ എന്താ പറയുക, ഒരു 40% ഓടാനുള്ള ടയർ ഉണ്ട്. അതേമാതിരി ഫ്രണ്ടിൽ അത്യാവശ്യം ഫുൾ കട്ടയിലാണ് ഉള്ളത്, അത് കാണിച്ചു തരാം. അതിന് മുന്നായിട്ട് നമുക്ക് ഫ്രണ്ട് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മളെ ആ കാറിൻ്റെ സീറ്റും കാര്യങ്ങളും അതേമാതിരി ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഫുൾ ക്ലിയർ ആണ് കേട്ടോ. അതേമാതിരി ഇവിടെയും തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. വെച്ച് കഴിഞ്ഞാൽ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ഒക്കെ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ചെയ്ത് ക്ലിയർ ആക്കി വെക്കണതാണ്. പിന്നെ ടോപ്പൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ ഫുള്ള് ക്ലിയർ ആണ്. 2018 മോഡൽ ഫുൾ പേപ്പർ ഫിറ്റിൽ നമ്മൾ എടുത്തു കൊടുക്കും. അതേമാതിരി ഇതായി ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ 2 ഒരുമിച്ച് മാറിയതാണ് കേട്ടോ, അത് അതേമാതിരി നല്ല ക്ലിയറിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു 3.25 2018. നമ്മൾ ഫിറ്റ്നസ് പേപ്പർ കാര്യങ്ങൾ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടാണ് നമ്മൾ 3.25 ചോദിക്കണേ. എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും കമ്മിയാക്കിയിട്ട് നെഗോഷ്യബിൾ ചെയ്താണ്ട് കൊടുക്കുക, ചെറുതായിട്ട് കേട്ടോ, വലിയ കുറച്ചിലൊന്നും. കുറേ ലോണാണ്. ലോണ് നമുക്ക് മാക്സിമം ഒരു പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയിൽ നമുക്കൊരു 2.5-2.25 ഒക്കെ നമുക്ക് മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. സിവിൽ കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. സിവിൽ കാര്യങ്ങൾ പ്രശ്നം ഇല്ലാത്തവർക്ക് നമുക്ക് കേരളത്തിലൂടെ നമുക്ക് നികുതി ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നമുക്ക് ലോണ് ആ ഒരു 2.5-2.25 ലെവലിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. പിന്നെ നമ്മളെ സേട്ട് ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ജില്ല, നമ്മളെ അടുത്തുള്ള ജില്ല നമ്മളെപ്പോഴും പറയണ മാതിരി നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളെ ജില്ലയും നമ്മളെ അടുത്തുള്ള ജില്ല കേട്ടോ. അത് ആരെങ്കിലും ഇനി കാണാത്തവർ കേൾക്കാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ്. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത വണ്ടി നോക്കുകയാണെങ്കിൽ ഇത് 2017 മോഡലാണ് കേട്ടോ, നവംബർ മാസം ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഇത് ഏകദേശം പേപ്പറൊക്കെ 2025 നവംബർ വരെ നമുക്ക് പേപ്പർ സമയമുണ്ട്, ഇൻഷുറൻസും ഫിറ്റ്നസ്സൊക്കെ ഇപ്പോൾ സമയമുണ്ട്. വണ്ടിയും ക്ലീൻ ആണ് കേട്ടോ. അപ്പോൾ ഈ വർക്ക് കാര്യങ്ങളൊന്നും എടുക്കാനില്ല, സ്റ്റിക്കർ വർക്കും എല്ലാ വർക്കും എടുത്തിട്ടുണ്ട്. അതേമാതിരി ടയർ നോക്കുകയാണെങ്കിൽ 4 ഇതിനും ഫസ്റ്റ് കേസ് ടയറാണ്. അതേമാതിരി 4 വീൽ കപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിലെ സ്റ്റിക്കർ കാര്യങ്ങൾ ടാക്സിക്കൊക്കെ വരുന്ന ഒരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്.
നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. വുഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതേമാതിരി ഈ ടയർ നോക്കുകയാണെങ്കിലൊക്കെ ഒരു പകുതിയിലേറെ ഓടാനുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിലും ഫുൾ ക്ലീൻ ആണ് കേട്ടോ. തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. പെയിൻ്റൊക്കെ ഇപ്പോൾ ഒരു ടച്ചിങ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. അതേമാതിരി ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേമാതിരി ഇനി ഈ സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ബാക്കിലെ ടയർ ഏകദേശം ഫുൾ കട്ടയിലുള്ള ടയറുണ്ട്. അതേമാതിരി വീൽ കപ്പ്, അതേമാതിരി സൈഡിലെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ 18-ന് ഇല്ല സ്റ്റെപ്പ്. ഈ വണ്ടിക്ക് നമുക്ക് സൈഡിലെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നല്ലൊരു സീറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. നല്ല പുതിയ സീറ്റ് കവറും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലൊക്കെ നമ്മൾ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നല്ല ക്ലീനാണ്. ചെറിയ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പാച്ച് വർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിട്ടാണ് നമ്മൾ വണ്ടി കൂടെ വിൽക്കാൻ വെക്കൽ. അതേമാതിരി ഈ ഭാഗം ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാ ടയർ നോക്കുകയാണെങ്കിൽ ഇതും ഫസ്റ്റ് കേസ് ടയറാണ്. ഇത് ഏകദേശം ഒരു 50% ഓടാനുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേപ്പർ ഫിറ്റാണ്, അത് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഇനി ഫ്രണ്ട് ഭാഗം ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്. നല്ല സ്റ്റീരിയോ കാര്യങ്ങളുണ്ട്. അതേമാതിരി നല്ല കാറിൻ്റെ സീറ്റാണ്. വലത്തെ ഭാഗം മാത്രം കാറിൻ്റെ സീറ്റാണ്. മറ്റേത് കമ്പനി സീറ്റിൽ തന്നെ ഒന്നും കൂടി ഇതൊക്കെ ചെയ്തതാണ്, കുറച്ച് കനം കൂട്ടി ചെയ്തതാണ് കേട്ടോ. നല്ല ക്ലീനാണ്. പ്ലാറ്റ്ഫോം കാര്യങ്ങൾ തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ് ഉള്ളത് കേട്ടോ. ഇത് 2017 മോഡലാണ്. അപ്പോൾ പേപ്പർ ഫിറ്റാണ്. ഇതിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് 3,30,000 റുപ്യാണ്. നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് മാറ്റമൊക്കെ വരുത്തിയിട്ട് ചെറിയ മാറ്റങ്ങൾ ഇതിന്മേൽ വരുത്താനുള്ളൂ. അത് നമുക്ക് വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാം. ഇതിന്മേൽ നമുക്ക് മാക്സിമം ഒരു 2 റുപ്യ വരെ 2-2.25 ലക്ഷം റുപ്യ വരെ നമുക്ക് ഇതിന്മേൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അത് ഞാൻ പറഞ്ഞ മാതിരി നേരത്തെ ഈ വണ്ടിക്ക് പറഞ്ഞ മാതിരി തന്നെ നമുക്ക് നികുതി ഷീട്ടും അതേമാതിരി സിവിലൊന്നും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കേരളത്തിൽ ഓടിയും ചെയ്യാം. ഇനി നേരെ മറിച്ച് സേട്ടു ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ പുറത്ത് നമ്മളെ ജില്ല അല്ലാതെ നമ്മളെ അടുത്തുള്ള ജില്ല അല്ലാതെ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ നാട്ടിൽ തന്നെ നോക്കേണ്ടി വരും. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പേപ്പറൊക്കെ ക്ലിയറും അതേമാതിരി സിവിലൊന്നും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ഫിനാൻസിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. കൂടുതൽ നമുക്ക് കണ്ണൂർ ഭാഗത്തു നിന്നാണ് ഈ വണ്ടിക്ക് നമുക്ക് എൻക്വയറീസ് വരൽ, കണ്ണൂർ കാസർഗോഡ് ഭാഗത്തു നിന്ന്. അപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ നമുക്ക് മാക്സിമം നമ്മൾ ശ്രീറാം ഇങ്ങനത്തെ ഫിനാൻസിലൊക്കെ നമ്മൾ മാക്സിമം ഇതിന്മേൽ ലോൺ ചെയ്ത് കൊടുക്കലുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അവസാനിക്കുന്നതിൻ്റെ മുന്നായിട്ട് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ചെയ്യുക, ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് നമ്മളെ ഫോളോ ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ മൊറയൂർ വാലഞ്ചേരിയാണ്. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് നമ്മളെ വീഡിയോയിലുള്ളത്. ആ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഫോട്ടോസ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ അയച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ നല്ല നല്ല വണ്ടികളായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും